പനിയായതുകൊണ്ട് തന്നെ ആകെ ഒരു ശോകമായിരുന്നു കേസ്. പക്ഷേ എങ്ങനെ കിടക്കാൻ, അച്ഛനെ പേടിച്ച് എന്തായാലും എണ്ണിട്ടല്ലേ പറ്റൂ. അച്ഛനെ എനിക്കിപ്പോഴും പേടിയാണേ, അതൊരു വികാരമാണ്. അങ്ങനെയൊക്കെ പറയാം. അപ്പം രാവിലെ തന്നെ എണ്ണീറ്റ് ഞാൻ എന്താണ് കഴിക്കാൻ ഉള്ളതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഏത്തയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, ഏത്തയ്ക്ക പുഴുങ്ങി, അതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. അത് പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ തലേ ദിവസം ബദാം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുതിർത്ത് തിന്നുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് എവിടേക്കോ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനും ഇപ്പം വല്ലപ്പോഴും, ഇപ്പോഴല്ല എപ്പോഴാണോ ഓർക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യും. എന്നൊന്നും ഇടത്തൊന്നുമില്ല കേട്ടോ, എന്നോർക്കുന്നോ അപ്പോൾ ചെയ്യും ഇതൊക്കെ. അപ്പം 4-5 ഞാൻ കഴിക്കും. പിന്നെ സിദ്ധുവിന് കൊടുക്കും. വാവ ഇതൊന്നും കഴിക്കത്തില്ല, അപ്പോഴേ തുപ്പിക്കളയും. പിന്നെ അമ്മയ്ക്കും വെച്ചേക്കും. അച്ഛനും ചിലപ്പോൾ മിക്കവാറും ഞാൻ എണീക്കുന്നതിന് മുന്നേ അച്ഛൻ പോവും. അതുകൊണ്ട് അച്ഛൻ മിക്കവാറും അത് കഴിക്കാറില്ല. പിന്നെ സിധുവിൻ്റെ സ്കൂൾ അവധിയായതുകൊണ്ട് തന്നെ സിധുവിൻ്റെ ബാഗിലൊക്കെ അഴുക്കിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചെന്നാൽ ജസ്റ്റ് ഒന്ന് കഴുകി വെയിലത്തിടാമെന്ന് പറഞ്ഞാൽ അത് കഴുകി. പിന്നുള്ള സ്റ്റെപ്പെന്ന് വെച്ചാൽ മുറ്റം തൂപ്പാണ്. അതും കവർ ചെയ്തിട്ട് ഇനി എന്തായാലും ആശുപത്രിയിൽ പോകണമെന്നുള്ള. രാത്രി തീരെ വയ്യായിരുന്നു. അച്ഛനും പറഞ്ഞിട്ടാണ് പോയത്, വയ്യെങ്കിൽ പോയി ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് മേടിക്കണം, പിള്ളേർക്കൂടെ ആക്കരുതെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറ്റമൊക്കെ തൂത്തു ആശുപത്രിയിൽ പോകാൻ. പക്ഷേ ഉച്ചയായപ്പോഴത്തേനും ഭയങ്കര വെയിലും, മടിച്ച് എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ തുണി വിരിക്കാൻ കുറേ കിടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുള്ളിൽ നല്ല വെയിൽ കിട്ടും. നമ്മുടെ അതിർത്തിയിലാണ് ഞാൻ തുണി വിരിക്കാൻ പോകുന്നത്. അപ്പോൾ തുണിയൊക്കെ കൊണ്ട് വിരിച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി ഞാൻ തൂത്തിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ശിവ ഒരു പരുവമായി. TV വെച്ച് കൊടുത്തിട്ടായിരുന്നു വെളിയിലോട്ട് ഇറങ്ങിയത്. പിന്നെ എന്തായാലും അവൾ പെട്ടെന്ന് ഉറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന് കേക്ക് മുറിക്കാമെന്ന്. അവർക്കൊരു പീസ് വീതം കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അച്ഛൻ വരുമ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ചോദിക്കും ആശുപത്രി പോയില്ലയോ എന്ന്. അത് പേടിച്ച് ഞാൻ എന്തായാലും ആശുപത്രിയിലേക്ക് വിട്ടു. ഡോക്ടറിനെ കണ്ടു, മരുന്നൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അയ്യോ, കേക്കിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ക്യാരറ്റ് കേക്കായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ. ടാറ്റാ, ബൈ ബൈ, സീ യു.